ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത റിവിഷന്റെ ലെസൺ എന്ന് പറയുന്നത് റീകൺസിലിയേഷൻ ആണ്. ഇനി റീകൺസിലിയേഷൻ ഇൻ എ നട്ട്ഷെല്ല് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വെറും നിങ്ങൾ ഇതിൽ പഠിക്കുന്നത് മാത്രമല്ല, പല മോഡൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കുക ബാങ്ക് റീകൺസിലിയേഷൻ, സപ്ലയർ റീകൺസിലിയേഷൻ എന്നെല്ലാം പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിന് പുറമെ നിങ്ങൾ പിന്നെ റിസീവബിൾ ലെജർ അക്കൗണ്ടും റിസീവബിൾസും തമ്മിലുള്ള റീകൺസിലിയേഷൻ ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ നോൺ കറന്റ് അസറ്റ് ലെജറും പിന്നെ അതേപോലെ നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററും തമ്മിലുള്ള റീകൺസിലിയേഷൻ കാണാം. അപ്പം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ഐഡിയ തരത്തേ ഉള്ളൂ എങ്ങനെയാണ് രണ്ട് അക്കൗണ്ട്സ് നമ്മൾ ഈക്വൽ ആക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് മാത്രം ആയിരിക്കില്ല, ഇതിൽ നിന്ന് ഐഡിയ ഗ്രാസ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റനിലുള്ള വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, അതായത് കിറ്റിലുള്ള വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം റിവിഷൻ എന്നുള്ളതാണ്. ഓൾറെഡി റെക്കോർഡിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് വേണ്ട, ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ലെജർ അക്കൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ് എങ്ങനെയാണ് ഒപ്പിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ സപ്ലയർ സ്റ്റേറ്റ്മെന്റിന്റെ റീകൺസിലിയേഷൻ ഇതിലുണ്ട്. ഓക്കെ, ഇതിൽ അത്രേ ഉള്ളൂ. ഇതിൽ ആ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിറ്റിൽ ഇതിനും കാട്ടിയും വേറെയും കാര്യങ്ങളൊക്കെ കാണാം. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും മെയിൻ ആയിട്ട് ചോദിക്കുന്ന എന്താ വെച്ചാ സെക്കൻഡ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ബാലൻസ് കാണാനാണ് നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 282 ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എടുത്തിട്ട് ചെയ്യാട്ടോ. ഇതില് ഫസ്റ്റ് സെക്ഷൻ ഏലുള്ള അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി ആയിരിക്കും. കുറച്ച് താഴോട്ട് വീണ്ടും ഇവര് കാറ്റഗറൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. ഒന്നെല്ലാരും ഒരു 1 മിനിറ്റ് എടുത്തിട്ട് ഇത് നല്ല വൃത്തിക്ക് വായിക്കുക. വായിച്ച് കഴിഞ്ഞിട്ട് തംസപ്പ് ഇടും. ഓക്കെ, 2 മിനിറ്റ്സ് എടുത്തിട്ട് നല്ല വൃത്തിക്ക് വായിക്കുക. വായിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചാറ്റിൽ തംസപ്പ് ഇടും. ഓക്കെ, വേഗം. റെക്കോർഡിങ് കാണുന്നവരാണെങ്കിൽ റെക്കോർഡിങ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് റെസ്യൂം ചെയ്യാം. ഓക്കെ, ലിസൺ. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് എന്താന്ന് വെച്ചാ നമ്മൾ പഠിച്ച ഈ ഒരു ഫോമാറ്റ് ഇല്ലേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫോമാറ്റ് ഒന്നും മറക്കരുതേ. ഈ ഒരു ഫോമാറ്റ് വഴി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫോമാറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക് ഇതാണ്. ക്യാഷ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 അക്കൗണ്ടാ അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് പോകുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക, ഡെബിറ്റ് സൈഡ് പോകുന്നത് അമൗണ്ട് ആയിട്ട് എടുക്കുക. ക്ലിയർ? അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു അപ്രോച്ച് ആണ് ടെക്സ്റ്റിന്റെ ബാക്കിൽ എല്ലാ ആൻസേഴ്സിനും കൊടുത്തത്. ഓക്കെ, അവര് ഡയറക്ട്ലി ലെജർ അക്കൗണ്ട്സ് യൂസ് ചെയ്യാതെ ഇങ്ങനെയാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രൂപ്പ് 1ന്റെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് പോകുന്നത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുക, ഡെബിറ്റ് സൈഡ് പോകുന്നത് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള പോലെ ചെയ്യാൻ പറ്റും. അതല്ല ഇത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ലെജർ അക്കൗണ്ട്സിൽ
പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നിയത് ഒന്ന് കമന്റ്സിൽ ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. ലെഡ്ജർ വൈസ് ആണോ എളുപ്പം, അല്ല ഇങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ഇടുന്നതാണോ എളുപ്പം? ലെഡ്ജർ ഫോമാറ്റിലാണെങ്കിൽ ഇവിടെ ക്യാഷ് ബുക്ക്, താഴെ എന്താണ് ഇതേ ഫോമാറ്റ് ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ, താഴെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റനിൽ പറയുന്ന നോക്കാം, ദ ക്യാഷ് അറ്റ് ബാങ്ക് ലെഡ്ജർ ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 1350 എന്നാ പറയുന്നത്. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് എത്രയുണ്ട്? 1350 ഉണ്ട്. ക്രെഡിറ്റ് ബാലൻസിന്റെ അർത്ഥം എന്തായിരിക്കും? ഓവർ ഡ്രോഡ് ആണ്. ക്ലിയർ? അപ്പൊ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ക്രെഡിറ്റ് സൈഡ് 1350. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? ചെക്സ് ടോട്ടലിംഗ് 56 have been returned to suppliers but not yet cleared the bank. അപ്പൊ സപ്ലയേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തില്ല? അത് ബാങ്ക് വഴി ചെക്ക് പോയിട്ടില്ല അല്ലെ? അപ്പൊ ബാങ്ക് ശരിക്കും എന്ത് ചെയ്യണം? ചെക്ക് പ്രൊസീഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ താഴെ ബാലൻസ് ആസ് പെർ ബാങ്ക് ഉണ്ടോ? ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ക്വസ്റ്റനിലൂടെ നിങ്ങൾ ക്വസ്റ്റൻ വായിച്ചല്ലേ? ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല കുട്ടികളെ. ഇവിടെ എവിടെയാ നിങ്ങൾക്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? ഇവിടെ എവിടെയില്ല. കേൾക്കുന്നില്ലേ? ഇവിടെ എവിടെ എന്തില്ല? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഇല്ല. ഓൾറൈറ്റ്. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മളെ ബാലൻസിങ് ഫിഗർ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫിഗർ ആണ് അതെന്ത്? ഈ ബാലൻസ് ആസ് പെർ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അത് തന്നെ ഇവിടെ പറയുന്നത് ബാലൻസ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എത്രയാന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയതില് ഈ 56 എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല? ബാങ്ക് ഇനിയും ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ 56 ക്ലിയർ ചെയ്യും. എവിടെയാണ്? പേയബിൾസിന് പോയതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 56 റെക്കോർഡ് ചെയ്യും അല്ലെ? പേയബിൾസിന് പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് പൈസ കുറയും അല്ലെ? ഇല്ലടാ. പക്ഷെ ഇത് ഓൾറെഡി എന്താണ്? ബാങ്കിൽ റെക്കോർഡഡ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങള് റെസ്പോൺസ് ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് ഇപ്പൊ കട്ട് ചെയ്തിട്ട് പോവേ. എടാ പറ. പേയബിൾസ് ഓൾറെഡി കൊടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൽ റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ ലെഡ്ജറിലാണോ കൊടുക്കുക? ബാങ്ക് സ്റ്റേറ്റ്മെന്റിലാണോ അത് കൊടുക്കുക? വേഗം പറ. ബാങ്ക് സ്റ്റേറ്റ്മെന്റില്. ഓക്കെ, അപ്പൊ പേയബിൾസിന് പോയതായിട്ട് എത്ര കാണിക്കണമായിരുന്നു? 56 കാണിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ലെഡ്ജറിൽ എടുക്കാണ്ടെന്ന്? ലെഡ്ജറിൽ ഓൾറെഡി റെക്കോർഡഡാ. എങ്ങനെയാ മനസ്സിലായേ? ചെക്സ് ടോട്ടലിംഗ് 56 ഹാവ് ബീൻ റിട്ടേൺ ടു സപ്ലയേഴ്സ്. റിട്ടേൺ ടു സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സിന് ചെക്ക് കൊടുത്തപാട് എന്ത് ചെയ്യും? നമ്മള് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. പക്ഷെ ബാങ്കിൽ ഇനിയും അത് എത്തിയിട്ടില്ല. കാരണം എന്താ? ബാങ്കിലേക്ക് അത് ക്ലിയർ ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ചെയ്യുക? നമ്മള് കറക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പേയബിൾസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇട്ടത്. ഇത് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ ഒന്ന് എനിക്ക് തംസപ്പ് തന്ന എല്ലാരും. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ് അമൗണ്ടിങ് ടു 128. അൺക്ലിയർഡ് ലോഡ്ജ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ബാങ്കിലേക്ക് കയറാനുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്തില്ല? കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ലെഡ്ജറിലാണോ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ല ബാങ്കിലാണോ അഡ്ജസ്റ്റ് ചെയ്യുക? ലോഡ്ജ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി ബാങ്കുമായിട്ട് ലിങ്ക് ആണ്. ബാങ്കിലേക്ക് അത് കയറാത്ത കാരണമാണ് സ്റ്റേറ്റ്മെന്റിൽ വരാണ്ടെന്ന്. അല്ലാതെ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ഓൾറെഡി ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ക്ലിയർ? ഈ ഹേയ് ആരാണ്? ഹേയ്ക്ക് പേരില്ലടോ. പേര് പറഞ്ഞേ. എടാ ഹേയിന്റെ പേര് പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഈ 128 നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? വേഗം പറ. ബാങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ബാങ്കിൽ കൂട്ടേണ്ട എമൗണ്ട് ആണ്. അപ്പൊ ലോഡ്ജ്മെന്റ്സ്, ഔട്ട്സ്റ്റാൻഡിങ് ലോഡ്ജ്മെന്റ്സ് എന്ത് ചെയ്യും?
നമ്മൾ ആഡ് ചെയ്യും 128. ക്ലിയർ? അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. ദ ബാങ്ക് ഹാസ് ആക്സിഡന്റലി ക്രെഡിറ്റഡ് വോസ്റ്റേഴ്സ് അക്കൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് 15 ഡ്യൂ ടു അനദർ കസ്റ്റമർ. ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 15 വേറൊരു കസ്റ്റമറിന് കിട്ടേണ്ട സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാളുടെ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ബാങ്ക് എറർ ആണ്. ഒരു ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ആക്സിഡന്റലി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? കുറക്കണം. നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൽ വന്ന മിസ്റ്റേക്ക് അല്ല, ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാ. അപ്പൊ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻകറക്റ്റ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്ത് ചെയ്യും? നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അത് മൈനസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, സ്റ്റാൻഡിംഗ് ഓർഡർ ഓഫ് 300 ഹാസ് ബീൻ അക്കൗണ്ടഡ് ഫോർ ഇൻ ദ ജനറൽ ലെഡ്ജർ. ഒരു 300 ജനറൽ ലെഡ്ജറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡിംഗ് ഓർഡർ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റാൻഡിംഗ് ഓർഡർ ആസ് ഇൻ സ്റ്റാൻഡിംഗ് ഓർഡർ നോട്ട് റെക്കോർഡഡ്, അതായത് നമ്മൾ പേയ്മെന്റ് പോവാൻ ബാക്കിയുണ്ട്, പക്ഷെ അതിനെയും എന്ത് ചെയ്തില്ല? നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ആ ഓർഡർ എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും. സിമ്പിൾ. മൈനസ് ചെയ്യാന്ന് വെച്ചാൽ ഏത് സൈഡാണ് പോവുക? ക്രെഡിറ്റ് സൈഡാണ് പോവേ. അപ്പൊ പേയബിൾസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? എത്രയാടാ? 300. ഇത് നിങ്ങൾ ഇനി ചെയ്ത് കഴിഞ്ഞാല് ബാലൻസ് ക്യാരിഡ് ഫോർവേഡ് കിട്ടും. എത്രയാണ് ബാലൻസ് ക്യാരിഡ് ഫോർവേഡ്? എത്രയാണ്? വേഗം പറ. ഇവിടെ ക്യാരിഡ് ഫോർവേഡ് ബാലൻസ് എത്രയാ? ഈ സൈഡ് 0 ആണ്. അപ്പം 1650 അല്ലേ? ഈ സാധനം തന്നെ ഇപ്പുറം കൊണ്ടുവരാം. ബാലൻസ് ബ്രോഡ് ഫോർവേഡ് 1650. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ റീകൺസൈൽ ചെയ്തിട്ടുള്ള റിവൈസ്ഡ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാ? 1650 ആണ് വേണ്ടത് ആഫ്റ്റർ റീകൺസിലേഷൻ. ഇനി ഇതിലെ മിസ്സിംഗ് ഫിഗർ ഈ എക്സ് നിങ്ങൾ കണ്ടുപിടിക്കും. വേഗം കണ്ടുപിടിക്കും, വേഗം. അപ്പൊ ബാലൻസ് ആസ് പെർ ഇവിടെ എന്താ കിട്ടാ? 1707 കിട്ടാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 297 ആണ്. റെക്കോർഡിങ്സ് കാണുന്ന ആൾക്കാരെ പോസ് ചെയ്യുക, 297 വായിക്കുക, അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കാണ്. ഓർഡൻ റിസീവ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം വൺ ഓഫ് ഇറ്റ് സപ്ലയേഴ്സ് ഓൾട്ട. ഓൾട്ട എന്ന് പറയുന്നത് സപ്ലയർ ആണ്. ഷോയിങ് എ ബാലൻസ് ഡ്യൂ ഓഫ് 3980 അല്ലെ? The amount due according to the payables ledger account of Orden was only 230. അപ്പൊ ഓർഡന്റെ പേയബിൾസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടില് ഒരു ബാലൻസ് ഉണ്ട്. അതേപോലെ സപ്ലയർ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട്? വേറൊരു ബാലൻസ് ഉണ്ട്. സപ്ലയർ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൺ എ റെഗുലർ ബേസിസ് സപ്ലയർ നമുക്ക് ഇത്ര ബാലൻസ് ഡ്യൂ ആണ്, ഇത്ര പേ ചെയ്യാനുണ്ട്, ഇത്ര ഡേറ്റിന്റെ ഉള്ളിൽ പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മന്ത്ലി ഒരു നോട്ടീസ് പോലെ നമുക്ക് തരും. അതിനാണ് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻ എ നട്ട്ഷെൽ. അപ്പൊ ബാലൻസ് ആസ് പെർ ഓർഡൻ എത്രയാണ്? 230 ആണ് കൊടുക്കാനുള്ളൂ. ഓൾറൈറ്റ്. പക്ഷേ സപ്ലയർ സ്റ്റേറ്റ്മെന്റിൽ 3980യുടെ ബാലൻസ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിലെ റിക്വയർമെന്റ് എന്താണ്? എത്രത്തോളം ഡിഫറൻസ് ബാക്കിയുണ്ട് എന്നാ. ഈ എൻറ്റിറ്റി തമ്മിൽ റീകൺസൈൽ ചെയ്യാൻ വേണ്ടി എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഒറ്റ സെക്കൻഡ്. ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പം ഓർഡറിന്റെ പേയബിൾ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ 230 ബാലൻസ് ഉണ്ട്. സപ്ലൈ സ്റ്റേറ്റ്മെന്റിൽ 3980 ബാലൻസ് ഉണ്ട്. ആ ബാലൻസിന്റെ റീകൺസൈലിംഗ് ഡിഫറൻസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എത്രത്തോളം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വേറെ ടൈപ്പ് ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ല. ഓക്കെ,
അപ്പൊ ഇവിടെ നോക്കാലോ. Comparison of the statement and the ledger account revealed the following differences. A check sent by Odin for 270 has not been recorded in Alta's statement. Okay, ഇവിടെ Alta ആണ്. അപ്പൊ ഓഡൻ എന്ത് ചെയ്തു? ഒരു 270 അയച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 270 അയച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ കമ്പനിയാണ് ഓർഡർ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 270 അയച്ചപ്പാടിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തില്ല? അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അത് എന്ത് ചെയ്യണം? നമ്മള് പേയ്മെന്റ് എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യും. എത്രയാണ്? 270. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഡൗട്ട്സ് ഇല്ലാന്ന് വിശ്വസിക്കുന്നേ. അതുകൊണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്യണേ. അടുത്ത് നോക്കാം. ഓൾട്ട ഹാസ് നോട്ട് റെക്കോർഡഡ് ഗുഡ്സ് റിട്ടേൺ ബൈ ഓർഡൻ 180. അപ്പൊ ഓർഡൻ ഗുഡ്സ് റിട്ടേൺ ചെയ്തത് ഓൾട്ട റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ത് ചെയ്യാ? നമ്മള് ഓർഡന്റെ, അതായത് ഓർഡൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓർഡൻ ഹാസ് ഓൾറെഡി റെക്കോർഡഡ് ദി എമൗണ്ട്. ആരാണ് റെക്കോർഡ് ചെയ്യാത്തത്? ഓൾട്ടയാണ് റെക്കോർഡ് ചെയ്യാത്തത്. അപ്പൊ ഓൾട്ടയിൽ എന്ത് ചെയ്യാ? 180 റിമൂവ് ചെയ്യാം. കണ്ടാ? വേണ്ടാണ്ട് കൊടുത്ത ഗുഡ്സിന്റെ പൈസ എടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? ഇല്ല. സപ്ലയർ സ്റ്റേറ്റ്മെന്റിന്റെ, ഓൾട്ടന്റെ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെപ്പോലത്തെ ഏതെങ്കിലും ഒരാളായിരിക്കും. അപ്പൊ അടുത്ത് ശ്രദ്ധിക്കുക. തേർഡ് വൺ, ഓർഡൻ മെയ്ഡ് എ കോൺട്രാ എൻട്രി റെഡ്യൂസിംഗ് എമൗണ്ട് ഡ്യൂ ടു ഓൾട്ട ബൈ 3200 for a balance due from Alta in Orden's receivable ledger. No such entry has been made in Alta's records. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മള് കോൺട്രാ പഠിച്ചിട്ടുണ്ട് അല്ലെ. ട്രേഡ് റിസീവബിൾസും പേയബിൾസും തമ്മിലുള്ള കോൺട്രാ പഠിച്ചിട്ടുണ്ട്. ആ കോൺട്രയിൽ നമ്മൾ എന്താ പഠിച്ചത്? നമുക്ക് എത്രത്തോളം, അതായത് ഒരു റിസീവബിളും ഒരു പേയബിൾസും തമ്മിൽ അപ്പുറം ഇപ്പുറം ട്രാൻസാക്ഷൻ ഉണ്ടാവും. നമ്മൾ കൊടുക്കാനുള്ള ആളടുത്ത് നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷനെയാണ് കോൺട്ര എന്ന് പറയുന്നത്. ഞാൻ ഒരാളടുത്തും സാധനം വാങ്ങി, അയാൾ എന്റെ അടുത്തും സാധനം വാങ്ങി. ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നില്ല, ഞാൻ തരാന്നുള്ളതെന്ന് നീ എന്ത് ചെയ്തോ? അത് തട്ടിക്കിട്ടിട്ട് ബാലൻസ് തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ബാലൻസ് തരാന്ന് പറയും. അതിനാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്, കോൺട്രാ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺട്രാ ട്രാൻസാക്ഷൻ ഓർഡനും ഓൾട്ടയും തമ്മിലുണ്ട്. അപ്പൊ ഓർഡൻ എന്ത് ചെയ്തു? ഓൾട്ടനോട് പറഞ്ഞു കോൺട്രാ എൻട്രി റെക്കോർഡ് ചെയ്യണം. പക്ഷെ ആര് റെക്കോർഡ് ചെയ്തില്ല? ഓൾട്ട റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ ഓൾട്ടയിൽ നിന്ന് 3200 എന്ത് ചെയ്യാ? നമ്മള് മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എത്രയാണ് ബാലൻസ് കിട്ടുന്നതെന്ന് പറ. എല്ലാ സാധനം എടുത്തില്ല നമ്മള്. ഇനി എത്രയാണ് ബാലൻസ് എന്ന് പറ വേഗം. റിയാസെ കറക്റ്റ് ആയിരിക്കണേ. ഇതിന്റെ സൈഡിലെ ടോട്ടൽ എത്രയാണ്? 100 എന്തായാലും ഇല്ല, നമുക്കറിയാം. ഇപ്പുറത്തെ സൈഡിലെ ടോട്ടൽ എത്രയാ? ഇവിടെ 330 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 230 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 100 ഉള്ളൂ. അതാണ് ക്വസ്റ്റനിൽ ചോദിക്കുന്നത്, എത്രയാണ് ഡിഫറൻസ് ഇപ്പോഴും ബാക്കിയുള്ളതെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡി ആൻസർ കൊടുക്കും. അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ റേസ് യുവർ ഹാൻഡ്സ്. ഈ 303 നിങ്ങളൊന്ന് വായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 303 ഒന്ന് എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വായിക്കുക. വായിച്ചിട്ട് എനിക്ക് തമ്മിൽപ്പെടും. ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കണം. കാരണം ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, വായിച്ചിട്ട് ചാറ്റ്സിൽ തമ്മിൽപ്പെട്ട വേഗം. ഓക്കെ, അപ്പൊ 303 നമുക്ക് രണ്ട് ബാലൻസ് വന്നിട്ടുണ്ട്. ഒന്ന് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ബാലൻസും പേബിൾസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ബാലൻസും. രണ്ടും തമ്മിൽ $75 ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 4 സെനേറിയോ തന്നിട്ടുണ്ട്. ആ 4 സെനേറിയോയുടെയും വയബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും, ഇതിൽ ഏതാണ് പെടുക എന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കുക. Spark company has paid a supplier 75 which has not been received and accounted for by the supplier. Okay, Spark company എന്ത് ചെയ്തിട്ടുണ്ട്? സി, Spark കമ്പനിയുടെ ബാലൻസ് എത്രയാണ്? 2925 അല്ലെ. ഇപ്പുറത്ത് ചെയ്യാം. Spark കമ്പനി പേബിൾ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണ്? 2925 അല്ലെ. പിന്നെ സപ്ലയർ
സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എത്രയാണ്? 2850 അല്ലെ? നമ്മൾ എ നോക്കുകയാണേ. എയിൽ എന്താ പറയുന്നത്? സ്പാർക്ക് കമ്പനി പേ ചെയ്തിട്ടുണ്ട് 75, പക്ഷെ അത് എവിടെ വന്നിട്ടില്ല? സപ്ലയർക്ക് അത് ഇനിയും വന്നിട്ടില്ല അല്ലെ? സപ്ലയർ ഇനി അത് റിസീവ് ചെയ്തതായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ മനസ്സിലായിനാ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടുന്ന് 75 റെഡ്യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആവോ? ഇത് രണ്ട് ഈക്വൽ ആവോ? 75 അപ്പുറത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാല് എന്തുകൊണ്ട് എടുത്ത്? ഡൗട്ട് ഉള്ളവർ ഇപ്പൊ ചോദിക്കണേ. എന്തായാലും ഇത് ഡൗട്ട് ഉണ്ടാവും തോന്നുന്നു. എനിക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. ഡൗട്ട് ഉള്ളവർ ഇപ്പം ചോദിക്കണേ. അതായത് ഇവിടെ സ്പാർക്ക് കമ്പനി 75 പേ ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ സാധനം ആർക്ക് കിട്ടിയിട്ടില്ല? സപ്ലയർക്ക് കിട്ടിയിട്ടില്ല. അതായത് ചിലപ്പോൾ ചെക്ക് പോയിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഹാസ് നോട്ട് യെറ്റ് ബിൻ റിസീവ്ഡ് ആൻഡ് അക്കൗണ്ടഡ് ഫോർ ബൈ ദ സപ്ലയർ. സപ്ലയർ അത് അക്കൗണ്ട് ചെയ്തിട്ടില്ല. അത് കാരണമാണ് സപ്ലയറുടെ ബാലൻസ് ഇത്ര ഉള്ളത് എന്നാ പറയുന്നത്. അപ്പൊ അക്കൗണ്ട് ചെയ്യുമ്പം പേയ്മെന്റ് വന്നതിനെ കുറക്കല്ലേ ചെയ്യാം. അപ്പൊ 75 കുറച്ചാൽ ഉള്ളയിലും ബാലൻസും കുറയൂലേ? ഇത് റീകൺസൈൽ ആവുമോ? കൺഫ്യൂഷൻ ഉണ്ടാവോ? പറയണം. ഇത് റീകൺസൈൽ ആവോ? ഞാൻ പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? റീകൺസൈൽ ആവോ ഇല്ലയോ എന്ന് പറ. റീകൺസൈൽ എന്ന് വെച്ചാൽ ഈ രണ്ട് സാധനം ഈക്വൽ ആവോ? ആവൂല. അപ്പൊ ഫസ്റ്റ് ആൻസർ തെറ്റല്ലേ? അപ്പൊ അത് തെറ്റി. ഇനി ബി നോക്കേ. സ്പാർക്ക് കമ്പനി ഹാസ് റിട്ടേൺഡ് ഗുഡ്സ് ഓഫ് 75 വിച്ച് ദ സപ്ലയർ ഹാസ് നോട്ട് ബിൻ യെറ്റ് റെക്കോർഡഡ്. എടാ അതും ഈ 75 ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതാ അല്ലെ? മൈനസ് ചെയ്യുന്ന സാധന. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആവോ? നമുക്ക് ഇതാണ് കുറക്കണ്ടേ. ഇത് കുറച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ബാലൻസ് ഈക്വൽ ആവുള്ളൂ. അപ്പൊ ബി ശരിയാണോ? നോ. അപ്പൊ ബിയും എന്താണ്? തെറ്റാണ്. മൂവിങ് ഓൺ. അപ്പൊ ബിയും തെറ്റാണേ. സി നോക്കാം. സപ്ലയർ ഹാസ് അലൗഡ് സ്പാർക്ക് കമ്പനി സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട് ഓഫ് 75 ഡിസ്കൗണ്ട് ആര് കൊടുത്തു? സപ്ലയർ കൊടുത്തു. സ്പാർക്ക് കമ്പനി പക്ഷെ എന്ത് ചെയ്തില്ല? ആ ഒരു ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ആരെടുത്തുന്ന കുറക്കുക? ഇത് ബി ആണ്. സി ആരെടുത്തുന്ന 75 കുറക്കുക? ഇവിടുന്നല്ലേ? ഇനി ടാലി ആവൂലേ അല്ലെ? അപ്പൊ ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. ഇനി നിങ്ങൾ ഡി നോക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതവിടെ ബുദ്ധിമാവും കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പിന്റെ വേഗം. ക്വസ്റ്റ്യൻ നമ്പർ 304 വായിക്കാം. വായിച്ചു കഴിഞ്ഞതിന് ശേഷം തംസപ്പ് ഇട്ട്. ഓൺലൈനിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ പോസ് ചെയ്യാ, വായിക്ക, എന്നിട്ട് വീണ്ടും റെസ്യൂം ചെയ്യാ വീഡിയോ. ശ്രദ്ധിക്കാം. ഇവിടെ റോം കമ്പനി റിസീവ്ഡ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം വൺ ഓഫ് ഇറ്റ് സപ്ലയേഴ്സ് ആൽഫ അല്ലെ? അപ്പൊ ആൽഫയാണ് സപ്ലയർ, റോം ആണ് നമ്മുടെ കമ്പനി. ഓക്കെ. ഷോയിങ് എ ബാലൻസ് ഡ്യൂ ഓഫ് 3465 at 30th April 2004. Upon reviewing the payables ledger account and the supplier statement of the following differences were identified അല്ലെ? അപ്പം എത്രയാണ്? 3465 ആണ് ബാലൻസ് ആസ് പെർ സ്റ്റേറ്റ്മെന്റ്, സപ്ലയർ സ്റ്റേറ്റ്മെന്റ് അല്ലെ? പേബിൾ ലെഡ്ജർ അക്കൗണ്ടും സപ്ലയർ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടും ഇവർ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പം രണ്ട് ഡിഫറൻസസ് ആണ് കണ്ടിട്ടുള്ളത്. ഡിഫറൻസസ് നോക്കാം. An automated payment for 690 was not recorded on the statement from Alpha. അപ്പം നമ്മള് പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷെ ആരത് റെക്കോർഡ് ചെയ്തില്ല? ആൽഫ റെക്കോർഡ് ചെയ്തില്ല. അപ്പൊ ആൽഫയുടെ ബാലൻസ് ആണിത് അല്ലെ? സപ്ലയറുടെ ബാലൻസ് ആണിത്. അപ്പൊ ഇതിൽ നിന്ന് ശരിക്കും എത്ര പോണം? 690 ഡിഡക്റ്റ് ആവണം, പക്ഷെ ആയിട്ടില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ആക്കും. ക്ലിയർ? ഓക്കെ അല്ലേടാ? 690 നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ആക്കും. രണ്ടാമത്തേത്, Rome company had not recorded an invoice issued by Alpha on 29th April 2004 for 280. അപ്പൊ റോം കമ്പനി ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാത്തത് എന്തായിരുന്നു?
ആൽഫ നമുക്ക് തന്നിട്ടുള്ള ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മളെ കമ്പനിയാണ് റോം കമ്പനി. അവിടെ സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചോദിക്കാൻ മറന്നു. മനസ്സിലായിട്ടില്ല എല്ലാവർക്കും? ഓക്കെ, രണ്ടാമത്തെ മനസ്സിലാക്കാൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവേ. 280 എന്ന് പറയുന്നത് റോം കമ്പനി റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെ ആൽഫ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് എന്താ? റോമിന്റെ പേബിൾ ലെഡ്ജർ കൺട്രോളിൽ എത്രയാണ് റോം ബാലൻസ് ഉണ്ടാക്കി എഴുതിയതെന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ആൽഫന്റെ കയ്യിലുള്ള ഈ 280 റോം കമ്പനീന്റെ അക്കൗണ്ട്സിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ഇവിടുന്ന് മൈനസ് ചെയ്ത് കൊടുത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും റോം കമ്പനിയുടെ പേബിൾ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ബാലൻസിലേക്ക് ഉണ്ടാവാം. ഇത് ശരിക്കും വരണം എന്നാണ്, പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് വരണോ വരണ്ടയോ എന്നല്ല. നമ്മളോട് ചോദിക്കുന്നത് റോം എത്രയാണ് അവരുടെ പേബിൾ ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിൽ ഉണ്ടാക്കി എഴുതിയത്, അല്ലെങ്കിൽ എത്രയാണ് എഴുതിയത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് റോമിന്റെ റോങ് ബാലൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കറക്റ്റ് ബാലൻസ് അല്ല ചോദിക്കുന്നത്, റോങ് ബാലൻസ് ആണ് ചോദിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറ, മനസ്സിലാവാത്ത അവരുണ്ടെങ്കിൽ ഒന്ന് എന്നോട് അൺമ്യൂട്ട് ആക്കിയിട്ട് ഡൗട്ട് ചോദിച്ചേ. എടാ, സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റിന് മൈൻഡ് കുറച്ച് ട്വിസ്റ്റ് ചെയ്യണേ. ട്വിസ്റ്റ് ചെയ്താൽ മാത്രമേ തിരിയും. ഇത് നമ്മൾ സപ്ലയർ സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസ് നോക്കുന്നത് അല്ലേ? അപ്പൊ സപ്ലയർ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്തതും ചെയ്യാത്തതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും റോം കമ്പനിയുടെ ബാലൻസ് നമുക്ക് അറിയണ്ടേ. റിമൂവ് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ ആൻഡ് സിമ്പിളാ. എന്താണ്? ആൽഫയിലേക്ക് പോയിട്ടുള്ള എമൗണ്ട് റോമിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ട്, റോം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ റോമിന്റെ അക്കൗണ്ട്സിൽ അത് അഡ്ജസ്റ്റഡ് ആണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ അതെന്തായാലും ഇവിടെ നമ്മൾ റിമൂവ് ചെയ്യും. രണ്ടാമത്തത് എന്താ പറയുന്നത്? റോം കമ്പനി റെക്കോർഡ് ചെയ്തിട്ടില്ല ഈ സാധനം. ഈ 280 എന്നുള്ളത് റോം കമ്പനി റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആൽഫന്റെ ബാലൻസിനെ നമ്മൾ റോമിന്റെ ബാലൻസിലേക്ക് ആക്കണമെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത് 280 നമ്മൾ എന്ത് ചെയ്യും? ആൽഫന്റെ അടുത്ത് റിമൂവ് ചെയ്യും. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി പറയണേ. റോം കമ്പനി 280 റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മളെ കയ്യില് ആൽഫയുടെ ബാലൻസ് ആണ് ഉള്ളത്. അപ്പൊ ആൽഫയുടെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ റോമിന്റെ തെറ്റായ ബാലൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ റോം കമ്പനിയുടെ റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആൽഫയിൽ നമ്മൾ ഈ 280 റിമൂവ് ചെയ്താൽ റോം കമ്പനി എത്രത്തോളം റോങ് ആയിട്ടുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പം തിരിഞ്ഞോ? ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. 307 നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന്റെ നേരെ ഉൾട്ടയാണ്. ഓക്കെ, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് PLCA ബാലൻസിലോട്ട് എത്തിയത്. ഇവിടെ PLCA ബാലൻസ് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? സപ്ലയർ സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസിലോട്ട് പോകും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ ആവും. നേരത്തെ ചെയ്ത അതേപോലെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? 309 നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് PLCA ഓഫ് സെറ്റ കമ്പനിയാണ്. അതിൽ ഈ 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതും ഈസിയാണ്. ഇപ്പം കുറച്ച് കത്തുന്നില്ല ആൻസർ, ഇപ്പം ബെറ്റർ അല്ലേ? പിന്നീട് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും ഇന്ന് തന്നെ പോയിട്ട് ചെയ്തു നോക്കാം. ഓക്കെ, ഇനി വേറെ നോക്കട്ടെ. അത്രേ ഉള്ളൂ. റീകൺസിലേഷന്റെ ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ അത്രേ ഉള്ളൂ. പേബിൾസിന്റെ ആണ് മാക്സിമം ടഫ് ഉണ്ടാവുക. ബാങ്ക് റീകൺസിലേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ജസ്റ്റ് ആ ഒരു വേർഡിന്റെ എല്ലാം ഡിഫറൻസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്യൂഡ് ചെക്ക് എന്താണ്, ലോഡ്ജ്മെന്റ്സ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ബേസിക് ബാങ്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ബാങ്കിന്റെ വേർഡ്സ് അറിയാതെ പോയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ. പിന്നെ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക, ബാങ്കിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, അതായത് ബാങ്കിലേക്ക് പൈസ ക്രെഡിറ്റഡ് ആണെന്ന് പറയുന്നത് ബാങ്കിലെ പൈസ കൂടിയെന്ന അർത്ഥം, കുറഞ്ഞെന്നല്ല. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാങ്കിന്റെ ബാങ്കിങ് വേർഡ്സ് അല്ലെ. നിങ്ങളൊക്കെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും പൈസ ഇട്ടാൽ നിങ്ങൾക്ക് എന്താ മെസ്സേജ് വരാം? ഈ എമൗണ്ട് ഹാസ് ബിൻ ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരാം അല്ലെ.
അക്കൗണ്ടിങ് റൂൾസിന്റെ ഓപ്പോസിറ്റ് ആണ് ബാങ്കിങ് റൂൾസ്. ഓക്കെ അല്ലേ? എക്രൂവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പഠിക്കുക, മാക്സിമം 100% എഫേർട്ട് ഇടുക. പക്ഷെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാല് എക്സാമിന് ഒരുപാട് അങ്ങ് അവിടെ തങ്ങി നിൽക്കരുത്, മൂവ് ഓൺ ചെയ്യാം. പിന്നെ പറഞ്ഞത് ടാസ്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. എടാ നിങ്ങള് MCQs ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി ആവും. MCQസിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആൻസർ ചെയ്യാനുണ്ടെങ്കിൽ ടാസ്ക് ക്വസ്റ്റ്യന്റെ ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരിക. ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സാം ഞാൻ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വിട്ടുതന്നേ. കാരണം സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഞാൻ വന്ന് നിങ്ങളെ കൂടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഫസ്റ്റ് വൺ ഐസ് കമ്പനി. ഇവിടെ ടാസ്ക് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ട്രയൽ ബാലൻസിൽ എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. അതിന്റെ താഴെ ഹൗ ഷുഡ് ദ ഫോളോയിങ് ഐറ്റംസ് ബി ക്ലാസിഫൈഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാരേജ് ഇൻവേർട്സ് കോസ്റ്റ് ഓഫ് സെയിൽസിലാണോ, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണോ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിലാണോ റെക്കോർഡ് ചെയ്യേണ്ടതെന്നല്ലേ. അപ്പൊ കാരേജ് ഇൻവേർട്സ് എന്താണ്? നമ്മളുടെ കമ്പനിയുടെ ഉള്ളിലേക്ക് വരുന്ന കോസ്റ്റ് ആണ്. അതായത് നമ്മള് സപ്ലയർ എടുക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുമ്പോൾ ഗുഡ്സിലൊക്കെ കയറ്റിയിട്ട് വരൂലേ, ആ ഒരു കോസ്റ്റിനാണ് കാരേജ് ഇൻവേർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളിലേക്ക് വരുന്ന കാരേജ് ഇൻവേർട്സ് നമ്മൾ എപ്പോഴും കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കാരേജ് ഇൻവേർട്സിന്റെ എമൗണ്ട് 2000 എടുത്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കോളത്തിൽ എൻറ്റർ ചെയ്യും. മനസ്സിലായ? ഇനി പറയുന്നത് കാരേജ് ഔട്ട്വേർഡ്സ് ആ. കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ കസ്റ്റമറിന് ഗുഡ്സ് എന്താണ് കൊണ്ടുപോകുന്നതിനാണ് കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോകില്ല, അതിനാണ് കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. അതെന്തിന്റെ മുകളിലാണ്? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാ. അപ്പൊ ആ 3000 നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എൻറ്റർ ചെയ്യും. മനസ്സിലായ? ഓക്കെ, ക്ലിയർ അല്ലടോ? ടാസ്കിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസിങ് ദ ഇൻഫർമേഷൻ അവൈലബിൾ, വാട്ട് വാസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2001. ഇതിൽ നിന്ന് നിങ്ങൾ റവന്യൂ എടുക്കും, COS കാൽക്കുലേറ്റ് ചെയ്തിട്ട് COS മൈനസ് ചെയ്യും, എന്നിട്ട് കിട്ടുന്ന ബാലൻസിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിടും, അല്ല അവിടെ എഴുതിയിടും. ഡൗട്ടാണ്. കാരേജ് ഔട്ട്വേർഡ് ഒരു എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ആണ്, പക്ഷെ അത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ് അല്ലേ? കാരേജ് ഇൻവേർഡ് നിങ്ങൾ റോ മെറ്റീരിയൽസ് ആയിട്ട് കണക്റ്റഡ് ആ. അപ്പൊ നമ്മൾ ഇൻവെന്ററീസിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ പ്രൊഡക്ഷൻ റിലേറ്റഡ് എക്സ്പെൻസും COS കോസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഓക്കെ. പക്ഷെ കാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറിന് നമ്മൾ ഫൈനൽ ഗുഡ്സ് എത്തിക്കുമ്പോഴുള്ള കോസ്റ്റാ. അതായത് നമ്മളെ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്ന, അതായത് ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് കാരേജ് ഔട്ട്വേർഡ്. അതുകൊണ്ട് അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് തന്നെ കൂട്ടുക, പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണെന്ന് മാത്രം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ഇതില് സി കണ്ടോ? Using the information available, identify the adjustments required to gross profit in order to calculate ICE company's drafted profit before tax. ഇപ്പൊ PBT-യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് എന്തൊക്കെ മൈനസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ത് ചെയ്യും? നിങ്ങൾ ടിക്ക് ചെയ്യും. മനസ്സിലായ? ചെക്ക് ബോക്സ് ഉണ്ടാവും, നിങ്ങൾ ടിക്ക് ചെയ്യും. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ സി പറയുന്നത്. പിന്നെ ടാസ്ക് 2 എന്ന് പറയുന്നത് നമ്മൾ MCQs ചെയ്യുന്ന പോലെ തന്നെ. അതാണ് 1st April ലോൺ ഇത്ര റേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫസ്റ്റ് സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് 31st March 2005 6% ഇൻ അരിയേഴ്സ് ആണ് ലോൺസ്. നമ്മൾ ഇയർ എൻഡിലാണ് പേ ചെയ്യുന്നത്. അരിയേഴ്സ് വെച്ചാൽ ഇയർ എൻഡ് പേ ചെയ്യുന്നുണ്ട്. ലോണിന്റെ എമൗണ്ട് എത്രയാന്നുള്ളത് 13th ചാപ്റ്ററിൽ നമ്മൾ ലോണിന്റെ ഇൻട്രസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ആ സെയിം സാധനം കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, കമ്പ്യൂട്ടറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയുന്നത് ഹൗ ഷുഡ് ദ ലോൺ ബി ക്ലാസിഫൈഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് 31st December 2001. ലോണ് നോൺ കറന്റ് ലയബിലിറ്റി ആണ്, ഇവിടെ ടിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. മനസ്സിലായ? ടാസ്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നിങ്ങൾ MCQs പഠിച്ചത് ഇൻഡിവിജ്വലി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ടാസ്കിൽ അത് നിങ്ങൾ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യും, അതേ ഉള്ളൂ. സെക്ഷൻ ബി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചുതരാം.
റിട്ടേൺ ഇൻവേർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, റിട്ടേൺ ഇൻവേർട്സ് ഇവിടെ ഞാൻ കണ്ടല്ലോ, ഇവിടെ കണ്ടോ, ഡ്യൂറിംഗ് ദ ഇയർ പ്രോബ്ലംസ് എടാ റിട്ടേൺ ഇൻവേർട്സ് എന്ന് വെച്ചാൽ എന്താണ് സെയിൽസ് റിട്ടേൺസിനെയാണ് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ റിട്ടേൺസ് എന്തായിരിക്കും, നമ്മുടെ കസ്റ്റമർക്ക് വിറ്റ സാധനമായിരിക്കും. അപ്പൊ സെയിൽസ് റിട്ടേൺ ആണ് റിട്ടേൺ ഇൻവേർട്സ്. റിട്ടേൺ ഔട്ട്വേർഡ്സോ, നമ്മൾ പുറത്തേക്ക് സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, പെർച്ചേസ് റിട്ടേൺസാ. ഓക്കെ, അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് അതുപോലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പഠിക്കാം. മെറിൻ എന്നോട് ഡിസ്കൗണ്ടിന്റെ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. എടാ ക്യാഷ് ഫ്ലോന്റെ ചാൻസ് കുറവാണ്, സെക്ഷൻ ബിയിൽ ചോദിക്കുന്നത് വളരെ കുറവാണ്, അത്ര കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് SOPL തന്നിട്ടുണ്ട്, SOFP തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മള് CFS പഠിക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാ, നമ്മള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ essay ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടില്ലേ, അതേപോലെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ ടാസ്കിൽ വരിക. ഓക്കെ, അപ്പൊ ഇവരെല്ലാം തന്നിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ബ്ലാങ്ക് സ്പേസും ഉണ്ടാവും, ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവും, അവിടെ പോയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ട. അണ്ടർസ്റ്റുഡ്? എമൗണ്ട് കണ്ടുപിടിക്കുക, ഫില്ല് ചെയ്യുക, എമൗണ്ട് കണ്ടുപിടിക്കുക, ഫില്ല് ചെയ്യുക. ഒരു പ്ലസ് പോയിന്റ് എന്താ എടുക്കാണ്ടുള്ളതെന്നുള്ളതൊന്നും നിങ്ങൾ മറക്കൂല, കാരണം അവര് ഓൾറെഡി നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലേഴ്സിന്റെ ഭാഗം ഫിൽഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും, പ്രീ ഫിൽഡ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് എമൗണ്ട് മാത്രം ആഡ് ചെയ്യുക വേണ്ടു. അണ്ടർസ്റ്റുഡ്? ഇത് കൺസോൾട്ടേഷൻ്റെ ആണേ. കൺസോൾട്ടേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? SOPL തന്നിട്ടുണ്ട്, ഇവിടെ താഴെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കൺസോൾട്ടേഷൻ എങ്ങനെയൊക്കെയാണ് നടന്നതെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് URP IGS ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സാധനത്തുനിന്ന്. എന്നിട്ട് നിങ്ങൾക്ക് താഴോട്ട് അവർ ചോദിക്കുന്നുണ്ടോ, അതായത് കൺസോളിഡേറ്റഡ് SOPL എമൗണ്ട്സ് ഫിൽ ചെയ്യാനാ പറയുന്നത്. ഇനി ഇതും ലൈക്ക് ഐ സെഡ് ഓൾറെഡി പ്രീ ഫിൽഡ് ആയിട്ട് കണ്ടന്റ്സ് പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യണ്ടോ, ഈ ഒരു എമൗണ്ട് നിങ്ങൾ ആഡ് ഓർ സബ്ട്രാക്ട് കൊടുക്കുക, എമൗണ്ട് എടുക്കുക, ആഡ് ഓർ സബ്ട്രാക്ട് ഓപ്ഷൻ കൊടുക്കുക, ഫില്ല് ചെയ്ത് വരിക. അതില് ഫസ്റ്റ് വൺ ഉണ്ടോ, ഐറ്റം 1ന്റെ സെലക്ഷൻ ഇവിടെയാണ് ചെയ്യേ. ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഐറ്റം 1 എന്താണെന്നുള്ളത് നോക്കാം. ഐറ്റം 1 എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആ. ഓക്കെ, അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതാ ചോദിക്കുന്നത്. ഇത് മിഡ് ഇയർ എക്വിസിഷൻ ആണ്, അപ്പൊ പാരന്റിന്റെയും സബ്സിഡിയുടെ നമ്മൾ എന്ത് ചെയ്യും, ടൈം പോർഷൻ ചെയ്തിട്ട് എടുക്കും. അതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ മൈനസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. IGS മൈനസ് ചെയ്യുക അല്ലെ, അപ്പൊ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? COS ആണ്. COS നടക്കുന്ന എന്താ, IGS എന്താ ചെയ്യാ, ഇതൊന്നും ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയൂലേ. കൺസോൾട്ടേഷൻ എന്തായാലും പഠിക്കണേ, ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കിയേ. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടു ഏതാണ് കറക്റ്റ് ഇക്വേഷൻ എന്നുള്ളത്. ഇത്രയും ഈസി വേറെ ഏത് ചാപ്റ്ററിൽ ഉണ്ടാവുക, കൺസോൾട്ടേഷൻ അല്ലാണ്ട്. ബാക്കിയെല്ലാം ലെജറിലാക്കാൻ വന്നതിനെ നിങ്ങളെ തലതിരിയും. കൺസോൾട്ടേഷൻ ഏറ്റവും ഈസി ചാപ്റ്റർ ആണ്. ഫോമാറ്റ്സ്, അതിന്റെ ട്രീറ്റ്മെന്റ്സ് നല്ല രീതിയിൽ പഠിച്ചാൽ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കൺസോൾട്ടേഷൻ. ക്ലിയർ? ഇവിടെ പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാ, അതും വളരെ ഈസിയാ. പിന്നെ NCIയുടെ പെർസെന്റേജ് അത് ഓർമ്മയുണ്ടല്ലോ, സബ്സിഡിയുടെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മന്ത് ബൈ 12 ചെയ്യും. പിന്നെ പറയുന്നത് ഒരു തിയറി പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടാസ്ക് 3 നിങ്ങൾക്ക് കണ്ട ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്, പാറ്റിയുടെയും സെൽമയുടെയും ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതൊക്കെ കണ്ടുപിടിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. കൺസോൾട്ടേഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കൺസോൾട്ടേഷനിൽ. ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞോ, നാളത്തെ റിവിഷനിൽ എന്താ വേണ്ടത്.